ഹലോ! അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കയാണ്. അപ്പൊ ഞങ്ങള് സ്കൂൾ ഓപ്പൺ ആവാറായല്ലോ. അപ്പൊ അതിന്റെ ചെറിയൊരു ഷോപ്പിംഗ്. വലിയ പർച്ചേസിംഗ് ഇല്ല. കാരണം യൂണിഫോമും ബുക്സ് ഒക്കെ ഇവർക്ക് ഓൾറെഡി സ്കൂളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. നോട്ട്ബുക്കും ഒക്കെ. അപ്പൊ ബാഗ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുള്ളൂ. അപ്പൊ അതൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പം മീനാക്ഷി പറയും ബാക്കി. ഹലോ. അപ്പൊ ഇന്ന് നമ്മള് സ്കൂൾ ഒക്കെ ആവാറായല്ലോ. വെക്കേഷനൊക്കെ കഴിഞ്ഞ്. അതിൽ ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടി വന്നതാണ്. ബാഗും ബോക്സും ലഞ്ച് ബാഗും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മൾക്ക് ഇനി പോയിട്ട് നമുക്ക് പർച്ചേസിംഗ് ഒക്കെ നടത്താം. ബൈ. അപ്പം നമ്മളിതേ വണ്ടി പാർക്കിങ്ങിലിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതേ ചായ കുടിക്കാൻ പോകാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോ മീനാക്ഷിയുടെ ബാഗ് മേടിക്കാനായിട്ടാണ് പോണേലോ. അപ്പൊ പോണേക്കാൾ മുന്നേ ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചുട്ടാ. അപ്പൊ ഒരു ചായ കുടിക്കാം. ചായ കുടിക്കാണ്ട് ഒരു അടി മുന്നിട്ട് വയ്ക്കണ പരിപാടിയില്ല. അപ്പോ ചായ കുടിച്ചിട്ട് പോവാട്ടാ. ഇവിടെ ചായ കുടിക്കണ തൊട്ടടുത്ത് തന്നെയാണ്. ഷോപ്പൊക്കെ മീനാക്ഷിയാണ് പരിചയപ്പെടുത്തി തരിക. കാരണം ഇന്ന് മീനാക്ഷിയുടെ ആ സാധനങ്ങൾ മേടിക്കാനാണല്ലോ വന്നേക്കണേ. അപ്പൊ എല്ലാ കാര്യങ്ങളും ആള് പറഞ്ഞു തരൂ ട്ടോ. അല്ലേ? യെസ്. ഓക്കെ. നമ്മൾക്ക് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി അപ്പോൾ രഞ്ജുവേട്ട മുന്നേ പോന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്ക് ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ സുഖമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കലും പറയലൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും അധികം വാങ്ങിച്ച് കഴിച്ചില്ല. ചായയും പിന്നെ അതുപോലെ പഴംപൊരിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് പഴംപൊരിയാണ് കാപ്പിയാണ് ട്ടോ മേടിച്ചത്. ലൈറ്റ് ആയിട്ട് മേടിച്ചു. ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഞാനൊന്നുമില്ല. ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ പഴംപൊരി മാത്രം. ഈ കാര്യങ്ങളൊക്കെ ആളാണ് പറഞ്ഞു തരിക കേട്ടാ. അപ്പൊ ഓക്കെ, ചായ കുടിച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാം. രഞ്ജുവേട്ടനാണെങ്കിൽ ചെറിയ ചോപ്പിങ് അപ്പൊ ഓക്കെ. ബൈ. അങ്ങനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഒരു ഞാൻ ഷോപ്പാണ് കേട്ടോ നല്ലതല്ലേ അവൾ കണ്ടിട്ടുള്ളൂ. ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, പിസ്കാർട്ട്. അപ്പം ഞങ്ങൾ മുന്നേ വരുമ്പോഴേക്ക് ഈ ഷോപ്പ് കാണാറുണ്ട്. പക്ഷെ അവൾ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്ത ഒരു ആ, ഷോപ്പ് അത്. ഇതാണ് നമ്മളുടെ കട. എന്തായിരുന്നു പേര്? എന്തായിരുന്നു പേര്? അപ്പൊ അതെ, ഇതാണ് നമ്മളുടെ കട. അപ്പൊ ഞാനാണ് കണ്ടുപിടിച്ചത് ഈ കട. ഇതാകുമ്പോ ഭയങ്കര തിരക്കൊന്നുമില്ല. ഇതേ കണ്ടില്ലേ, ബാഗ് മുകളില് ബാഗ്സ് ഒക്കെ ഉണ്ട്. കൊറേ ഉണ്ട്. കൊറേ നല്ല സാധനങ്ങളുണ്ട്. ഇതൊക്കെ പിള്ളേരുടെ കാറും കുഞ്ഞു വണ്ടികളൊക്കെയാണ്. അപ്പൊ ബൈ. അപ്പോൾ ഇതേ നമ്മൾ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ആൾ കണ്ടുപിടിച്ച കട ആയതുകൊണ്ട് തന്നെ ആൾ തന്നെ എല്ലാം പറയുക കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആൾ. അപ്പം അങ്ങനെ ഇതേ ആൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഇവിടെ ഉണ്ട് ഗസ്റ്റ് ബാഗ്. ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ്. എവിടെയുണ്ട് കുറച്ച് ബാഗൊക്കെ. നിന്റെ അകത്ത് ആരും കാണാനൊന്നുമില്ല. ഇതുണ്ട്. അറിയില്ലേ നിനക്കല്ലേ വേഗം മേടിക്കണേ. കണ്ട ഇങ്ങനത്തെ കൊറേ കൊറേ കുട്ടി സംഭവങ്ങളുണ്ട് ഇവിടെ. നല്ല ഒരു കട തന്നെയാണ്. യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് തപ്പി പിടിച്ചതാണ്. ഹിന്ദുസ്ഥാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എനിക്ക് ഇങ്ങനത്തെ എന്തോ എവിടെയോ ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഈ കട ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന്റെ ഉള്ളൊക്കെ കൊള്ളാം. നല്ല ഇത് കണ്ടിരുന്നാ പോരല്ലോ. ദേ ആരോ എവിടെയാ മേലെ. ഭയ കൂടുതലാന്ന് തോന്നുന്നുണ്ടല്ലോ. ക്യൂട്ട് കട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ രഞ്ജുവേട്ടൻ കഴുത്തിൽ ആ മസാജറൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചപ്പോൾ മേലെയാണ് ബാഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെടാവുന്ന പോലത്തെ എല്ലാ കളക്ഷനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളിത് കണ്ടിട്ട് തന്നെയാണ് ഇവിടേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞതും. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. പിങ്ക് കളർ ബാഗാണ് ആൾ തപ്പിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അതിനെ മേടിക്കുള്ളൂ. ഏത് പിങ്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മേടിക്കും ആൾ. അതാണ് ആളുടെ തീരുമാനം. അപ്പോൾ എന്താ പറയുക, നമ്മളപ്പോൾ അതിങ്ങനെ ആ ഷോപ്പിൽ വന്നെങ്കിലും നമുക്കറിയണില്ല എന്തൊക്കെ മേടിക്കാൻ ഇവിടെ ഉദ്ദേശിച്ചേക്കണേന്ന്. അപ്പോൾ ആളിങ്ങനെ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നടക്കണുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് മേടിക്കണേന്ന് മേടിച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ ഇത് ലഞ്ച് ബോക്സും എല്ലാം ഉണ്ട് ഇവിടെ. കുപ്പിയും പിന്നെ പാനയും എല്ലാം ഉണ്ട്.
ഫാൻസിക്കുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ നടന്ന് നടന്ന് ആൾക്ക് ഇഷ്ടമായ ബാഗ് ഇതാണ് കേട്ടോ. ഈ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. അത് എനിക്ക് നല്ല ഇഷ്ടമായി. അത്യാവശ്യം സ്പേസും ഉണ്ട് കേട്ടോ. ഹലോ, കുറേ ബാഗ് ഉണ്ട്, പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ ബാഗായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ബാഗാണ് എടുത്തത്. കുറെ ബാഗ് ഞാൻ നോക്കി, പക്ഷെ എന്നാലും ഈ ബാഗാണ് എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടമായത്. എനിക്ക് പിങ്ക് കളറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കണേ. അപ്പൊ ഇനി നമ്മൾക്ക് ലഞ്ച് ബോക്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കാം. അല്ല മിങ്ക, ഈ പിങ്ക് എടുത്താലോ? തന്ന് ആയി കൊള്ളാം. ഇത് ഈ ഒരു ബാഗ് ഇതിലിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്നൊരു സുഖം. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഈ വാട്ടർ ബോട്ടിലാണ്. ഞാൻ പിങ്കിന്റെ ആളായതുകൊണ്ട് എല്ലാം പിങ്കാണ്. ഇതാണ് നമ്മളുടെ ലഞ്ച് ബാഗ് അടിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാം പിങ്ക് തന്നെയാണ്. എനിക്ക് പിങ്കിനോടാണ് കുറച്ച് കൂടി ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ എല്ലാം പിങ്ക് ആക്കിയത്. അപ്പൊ നമ്മൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം. വേറെ നമ്മൾക്ക് ലഞ്ച് ബോക്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാണ്ട് നമ്മൾക്ക് നമ്മളുടെ തീർന്നു എല്ലാം. അപ്പൊ നമ്മള് തൃശ്ശൂര് തോമസൻ കഫ ഹോട്ടലിന്റെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു അടുത്തായിട്ടുള്ളൊരു ഷോപ്പാട്ടോ. അപ്പോൾ യൂട്യൂബില് കണ്ടിട്ട് ഇഷ്ടമായിട്ട് വന്നതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ ആള് പറഞ്ഞു സാധനവും ഉണ്ട്. തന്നു. അപ്പൊ ഇവിടെ കുറേ കളക്ഷൻ ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല ഇത് കേട്ടോ. മറ്റേ സംഭവമല്ലേ, മറ്റേ ഇന്ത്യ സംഭവം. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികളുടേതായതും എല്ലാ സ്കൂളിന് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ ലേഡീസിന് പറ്റിയ ഐറ്റംസുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വന്ന് എല്ലാം മേടിച്ചിട്ട് പോവാം. ബാക്കി ബാഗിനെ പറ്റിയൊക്കെ ആള് പറഞ്ഞു തരും കേട്ടോ. ആളുടെ ബാഗ് ആയതുകൊണ്ട് ആളാണ് അതിനെ പറ്റി കൂടുതലായിട്ട് പറയാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ആൾ തന്നെയാണ് പറഞ്ഞു തരിക കേട്ടോ. എനിക്കിവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഇതേ ബില്ല് പേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഗൂഗിൾ പേ ആണ് ചെയ്യുന്നത്. ഗൂഗിൾ പേ ചെയ്യാനൊക്കെ മീനാക്ഷിക്ക് അറിയാം. അപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ ആൾ തന്നെ അത് ചെയ്യാറ്. അപ്പോൾ ഞാൻ അവളുടെ കൊടുത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവൾ അത് നോക്കി പഠിച്ചതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ അറിയാമല്ലോ. അങ്ങനെ കൂടെ നിന്ന് ചെയ്യണമൊക്കെ നോക്കുക. അപ്പോൾ ആൾ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ബാഗും സാധനങ്ങളൊക്കെ മേടിച്ചു. 2740 അങ്ങനെ മറ്റുമാണ് ആയത്. അതെല്ലാം കിട്ടിയിട്ടുമില്ല കേട്ടോ. കാരണം നമ്മൾ ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ബാഗ്, ലഞ്ച് ബാഗ്, പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ വേറെ 2-3 കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിൽ പോവായി. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ മയക്കം പിടിച്ചുകൊണ്ട് വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ വോളിയം തീരെയില്ല എന്ന് മനസ്സിലായത്. അപ്പം ഞാൻ അത് പറയാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോൾ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞതേ തിരിച്ചു പോകാനുള്ള, വീട്ടിലോട്ട് പോകാമെന്നുള്ള പരിപാടിയിലാണ് നിൽക്കണേ. പിന്നെ ഇനിയിപ്പോൾ 2-3 ഐറ്റംസ് വേറെ മേടിക്കാനും ഉണ്ട്. അത് നമ്മൾ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ അവിടെ നോക്കിയാൽ മേടിക്കാറ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ സ്കൂൾ തുറക്കുമ്പോൾ പുത്തമ്പള്ളിയിൽ അവിടെ പോയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി മേടിക്കലാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ ഷോപ്പിൽ വന്ന് മേടിക്കണമെന്ന്. അപ്പോൾ പിന്നെ ഇവിടെ കയറിയപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് അവിടുത്തെ എന്താ പറയുക, ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞേ വീഡിയോ മീനാക്ഷി പറഞ്ഞതും ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.